പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലനടയിലെ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഈ താടിയും തൊപ്പിയും പർദ്ദയും ഒക്കെ ഇട്ട ആളുകളൊക്കെ എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഈ മതത്തിന്റെ വേലിക്കെട്ട് പൊട്ടിച്ച ആളുകളെ പുറത്തു ചാടിച്ചാൽ തലയെണ്ണി പൈസ വാങ്ങാൻ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ ആരിഫ് ഹുസൈനെയും ജാമിദിയെയും പോലുള്ള ആളുകൾ. അവർ ഈ പുറത്തു ചാടിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ് ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ വേലിക്കെട്ട് പൊട്ടിച്ചു വരുന്ന മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചു വരുന്ന ആളുകൾ ഈ പശു വേലി ചാടിയതുപോലെയാണ്. വീട്ടിലെ പറമ്പിലെ വാഴയും കൃഷിയും ഒക്കെ നശിപ്പിക്കുകയും ചെയ്യും, അപ്പുറത്തെ വീട്ടിലെ വാഴയും കൃഷിയും ഒക്കെ നശിപ്പിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഈ മതം വിട്ട് പുറത്തു വരുന്ന പെണ്ണുങ്ങൾ. മിക്കപ്പോഴും വീട്ടിലെ വാഴയും അപ്പുറത്തെ വീട്ടിലെ വാഴയും ഒക്കെ കയറി തിന്നും. അങ്ങനെ വീട്ടുകാരനും അയൽക്കാരനുമായിട്ട് അടിയാകും. അവസാനം ഈ വീട്ടുകാരന്റെ ബന്ധുക്കൾ അയൽക്കാരന്റെ ബന്ധുക്കളൊക്കെ ഏറ്റെടുക്കും. അടി അങ്ങനെ നാട് മുഴുവൻ വ്യാപിക്കും. അതുപോലെയാണ് ഈ മതം വിട്ട പെണ്ണുങ്ങൾ മിക്കപ്പോഴും ഈ ജാസ്മിൻ ജാഫറും ഈ ജസ്ന സലീമും ഒക്കെ ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നതിനെ പറ്റി യാതൊരു ബോധവുമില്ല, ലോകത്തെപ്പറ്റി യാതൊരു വിവരവുമില്ല. കുട്ടിയിട്ട് ഇങ്ങനെ റീൽസ് ഒക്കെ എടുത്ത് നടക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റി യാതൊരു ബോധവുമില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ജസ്ന സലീം നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ ജാഫർ അവിടെ റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വേലിക്കെട്ട് തകർത്തു വരുന്ന പെണ്ണുങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഓരോ മതത്തിനും ഓരോ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കാനുള്ളതാണ്. മതങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പോകാനുള്ളതാണ്. ജാസ്മിൻ ജാഫറോ അല്ലെങ്കിൽ ജസ്ന സലീമോ ഒന്നും മതത്തിൽ നിന്ന് പുറത്തു പോയവരാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർ നിയമത്തിൻ്റെതായി മതത്തിൻ്റെതായ യാതൊരു നിയമങ്ങളും പാലിക്കുന്നില്ല എന്നത് ആണെങ്കിൽ തന്നെയും അവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് മതത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ്. കാരണം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരാണ്. എന്തെങ്കിലുമൊക്കെ വിടുവായത്തരങ്ങളോ വിഡ്ഢിത്തരങ്ങളോ ഒക്കെ ചെയ്താൽ അത് മതത്തിന്റെ തലയിലാണ് വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ പൊട്ടിയിട്ട് നടക്കുന്ന ഇത്തരം ഈ സെലിബ്രിറ്റികൾക്കൊന്നും യാതൊരു ബോധവുമില്ല സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്. സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാകും, ആളുകൾ തമ്മിൽ തല്ലുന്നതിന് കാരണമാകും എന്നതിനൊന്നും യാതൊരു ബോധവുമില്ല. അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ പോലെയുള്ള പവിത്രമായ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ റീൽസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു മതത്തിന്റെ റൂൾസ് റെഗുലേഷൻസ് അവരുടെ വിശ്വാസങ്ങളൊക്കെ മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവിടെയൊന്നും ചെന്ന് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ ഈ ജാസ്മിൻ ജാഫറിന് ഇതിനെപ്പറ്റി വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ക്ഷമിക്കാം. പക്ഷേ ഇത് റീൽസിന് വേണ്ടി അല്ലെങ്കിൽ ഇത് വൈറലാകാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഒട്ടും ക്ഷമ അർഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഈ വയറ്റിലായാലും വേണ്ടില്ല വൈറലായാൽ മതി എന്നൊരു ചൊല്ല് തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. വയറ്റിലായാൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭിണിയായാലും കുഴപ്പമില്ല, വൈറലായാൽ മതി എന്ന രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും വൈറലാകുക, അതിനുവേണ്ടി എന്തും ചെയ്യുക എന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ നാട്ടിലേക്ക് നടപ്പുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു യൂട്യൂബർ അവർ ഡൈവോഴ്സ് ആവാൻ പോകുന്നു, വിവാഹബന്ധം ഏർപ്പെടുത്തുവാൻ പോകുന്നു എന്ന ഒരു കിംവദന്തി വൈറലാകാൻ വേണ്ടി പടച്ചുവിട്ടത്. മറ്റൊരു യൂട്യൂബർ ഇന്നലെയും ഞാൻ അച്ഛനും അമ്മയും തമ്മിൽ തലയും അവർ പരസ്പരം തെറി വിളിക്കുന്നതുമായ വീഡിയോ എടുത്തിട്ടു. അങ്ങനെ വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടമാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്, അല്ലെങ്കിൽ തെറി വിളിച്ചു പോകും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ് ഹിന്ദ്.